ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റിവ്യൂ ഗാർണിയറുടെ സൂപ്പർ UV ഇൻവിസിബിൾ എയർ മിസ്റ്റ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് യൂട്യൂബിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വൈറലായിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെയായിരുന്നു. ഈ ഒരു സൺസ്ക്രീനിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇത് എയർ മിസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഭയങ്കര സിമ്പിൾ ആണ്. ഈവൻ നമ്മളൊരു മേക്കപ്പ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ പോലും നമുക്ക് സൺസ്ക്രീനിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ വേണമെന്ന് തോന്നുമ്പോൾ ആ മേക്കപ്പിന് പുറത്തും ഈ ഒരു എയർ മിസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നോർമലി ഒരു സൺസ്ക്രീന് വേണ്ട അത്രയും പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SPF ക്വാണ്ടിറ്റി എന്തുമാത്രമാണെന്ന് നോക്കുകയാണെങ്കിൽ SPF 50+, PA 4+ ആണ് വരുന്നത്. ഇതൊരു സൺസ്ക്രീൻ മാത്രമല്ല, ഇതൊരു വൈറ്റനിങ് സൺസ്ക്രീൻ കൂടെയാണ് കേട്ടോ. അല്ലെങ്കിൽ ബ്രൈറ്റനിങ് സൺസ്ക്രീൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം മറ്റൊന്നുമല്ല, ഇതിൽ വൈറ്റമിൻ C ഇൻക്ലൂഡ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ, അതായത് എന്തിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ സൺ ടാനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. UV ആൻഡ് UVB റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ C ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ ഡാർക്ക് സ്പോട്ടും ഡാമേജസ് ഒക്കെ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഭയങ്കര സിമ്പിൾ ആണ്. സൺസ്ക്രീനിന്റെ ആപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സിറം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം ആ ഒരു സൺസ്ക്രീനിന്റെ എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പാരബൻ ഫ്രീ ഒക്കെയാണ് ആൻഡ് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. സോ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആർക്കും ഒരു പേടിയും വേണ്ട. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. ഇത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അല്ലാണ്ട് നമ്മൾ ക്രീം ബേസ് അല്ലെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും. ഇത് അങ്ങനത്തെ സ്റ്റിക്കിനെസ്സോ ഒന്നുമില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ക്വിക്കായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇതേപോലത്തെ സ്പ്രേ ബോട്ടിലാണ് വരുന്നത്. നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. ഈ ഒരു ക്യാപ്പൊക്കെ നമ്മൾ മാക്സിമം ടൈറ്റൻ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ കീപ്പ് ചെയ്യുമ്പോൾ സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ വെക്കരുത്. ആ ഒരു റൂം ടെമ്പറേച്ചർ നോക്കി വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ ആപ്ലിക്കേഷൻ. ഭയങ്കര സിമ്പിളാണ്. പക്ഷെ നമ്മൾ ഈ പൊസിഷൻ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇവിടെ നിന്നൊക്കെ സ്പ്രേ ചെയ്താലേ ഉള്ളൂ നമ്മുടെ ഫേസ് ഓവറോൾ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കണ്ണൊക്കെ അടച്ചു പിടിക്കണം കേട്ടോ. കണ്ണിലൊക്കെ പോയാൽ ഭയങ്കര നീറ്റിലായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. എൻ്റെ ഫേസിൽ മേക്കപ്പ് ഇട്ടാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഈ ഒരു സൺസ്ക്രീനിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. കണ്ടോ, കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ക്വിക്കായിട്ട് തന്നെ അബ്സോർവ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നോർമലി ചില സൺസ്ക്രീൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പം എന്തോ ഒരു സംഭവം നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഇട്ടെന്നുള്ള ഒരു തരമുണ്ട്. അതോടൊപ്പം തന്നെ ചില സൺസ്ക്രീനൊക്കെ നമ്മൾ റിസൾട്ട് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് അബ്സോർവ് ചെയ്ത് നോ വൈറ്റ് കാസ്റ്റ്. പിന്നെ ഈ ഒരു ഗാർണിയറിൻ്റെ നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. ലവബിൾ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ ഇത് എത്ര മാത്രമാണ് ക്വാണ്ടിറ്റി വരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ 75 ml ഓഫ് പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് 559 രൂപയാണ്. ഇപ്പം നമുക്ക് 300 സംതിങ് റുപ്പീസിന് നൈക്കയിലെ, ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പമാണല്ലോ. സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞു. എങ്കിലും നിങ്ങളിപ്പോൾ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർ ആണെങ്കിൽ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും. നിങ്ങൾക്ക് അലർജിക് റിയാക്ഷൻ അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടാവുമെന്ന്. ഇത് ഹൈപ്പോ അലർജിക് ആണ് കേട്ടോ. എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സ്കിന്നിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പ്രേ ഔട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് റിസൾട്ട് ചെയ്യാൻ പറ്റൂല. എന്തെങ്കിലും ഒരു അലർജിക് ഫോം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ യൂസേജ് നിർത്തുക കേട്ടോ. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ. പക്ഷേ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് യാതൊരുവിധ ഇറിറ്റേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ റിസൾട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഹൈപ്പോ അലർജിക് ആണെന്ന് ഇവിടെ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ ഡേയ്സും യൂസ് ചെയ്യേണ്ടതാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഈ ഒരു സൺസ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിവെയർ എനി ടൈം. അതാണ്, എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മേക്കപ്പ് ഇട്ടാലും നമുക്ക് പ്രശ്നമില്ല. മേക്കപ്പിന് ഓവറായിട്ട് നമുക്ക് ഈവനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ഭയങ്കര ഈസിയാണ്. ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഈസിയാണ്. പക്ഷേ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ള ആ ഒരു സൺസ്ക്രീൻ നേരെ പോയി നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യല്ല വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് തന്നെ ഒന്ന് ഷേക്ക് വെല്ല് ചെയ്യുക. നന്നായിട്ടൊന്ന് കുലുക്കുക. അതിനുശേഷം വേണം നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. യാതൊരുവിധ സൾഫേറ്റ്സ് ആൻഡ് പാരബൻസ് ഇല്ലയെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇത് നമുക്ക് എയർ മിസ്റ്റ് ആയതുകൊണ്ട് തന്നെ യൂസേജ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. നമ്മളിപ്പം ഓഫീസ് ബാഗിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ
നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എപ്പോഴും ഈ ഒരു സൺസ്ക്രീൻ ഉണ്ടായിരിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡ്യുവൽ ആക്ഷൻ ഫോർമുലയാണ് കേട്ടോ. അതാണ് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പ്രൊട്ടക്ഷൻ പ്ലസ് കറക്റ്റ് എന്ന്. അതായത് SPF 50 PA ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൺസ്ക്രീനിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരിക എന്നാണ്. ഇത് 99% സൺ ഡാമേജ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ്. അതോടൊപ്പം തന്നെ കറക്റ്റ് അല്ലെങ്കിൽ കറക്ഷൻ എന്ന് പറയാൻ പറ്റും. വൈറ്റമിൻ C ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ടൊക്കെ റിഡ്യൂസ് ചെയ്തിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരുന്നുണ്ട്. ഈവൻ ടോണിലേക്ക് അതും ഗ്ലോയിങ് ആയിട്ടൊരു സ്കിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സൺസ്ക്രീനിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ചില സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യും. ഇത് സ്കിൻ ഒരു തരത്തിലും ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സ്പ്രേ ആണ് കേട്ടോ. മറ്റ് സൺസ്ക്രീനുമായിട്ട് കമ്പയർ ചെയ്തപ്പം എനിക്ക് ഈ സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ ആ ഒരു സ്പ്രേ ആയിട്ടുള്ള എയർ മിസ്റ്റ് ടൈപ്പ് ആണല്ലോ, നോർമൽ ക്രീം ബേസ് അല്ലല്ലോ. അത് തന്നെയാണ്, ആ ടെക്സ്ചർ തന്നെയാണ് എനിക്ക് ഹോണസ്റ്റ്ലി ഈ ഒരു സൺസ്ക്രീൻ എൻ്റെ ഫേവറേറ്റ് ആവാൻ കാരണം. പിന്നെ അത്യാവശ്യം നല്ല സൺ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, കറക്ഷൻ ഉണ്ട്. പ്രൊട്ടക്ഷൻ പ്ലസ് കറക്ഷനാണ് നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ നൽകുന്നത്. അതായത് ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏജിങ് സൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതിന് കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ C ആണ്. ഇനിയിപ്പം നമ്മുടെ സ്കിന്നിലേക്ക് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ചിലർ വിചാരിക്കും നമ്മുടെ സ്കിൻ ഡ്രൈ ആവുമോ എന്നൊക്കെ വിചാരിക്കും. ഡ്രൈ ഒന്നും ആവില്ല. ഈ ഒരു സൺസ്ക്രീൻ ശരിക്കും നല്ലൊരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി സഹായിക്കും കേട്ടോ. ശ്രദ്ധിക്കും എന്നൊക്കെയാണ് പറഞ്ഞു വന്നത്, ശ്രദ്ധിക്കാൻ നല്ല സഹായിക്കും. അതോടൊപ്പം തന്നെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് സാഗി, അതായത് തൂങ്ങിപ്പോവുക, ആ ഒരു പ്രീമച്ചുവർ ഏജിങ് ഒക്കെ റിസൾട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ഫോർമുലേറ്റഡ് വിത്ത് വൈറ്റമിൻ C ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീമച്ചുവർ ഏജിങ് പോലുള്ള കാര്യങ്ങളിൽ നിന്ന്, അതായത് കോമ്പാക്റ്റ് സൈൻ ഓഫ് ഏജിങ്, അതായത് ഏജിങ്ങിൻ്റെ ആ ഒരു സൈനിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ കൂടെയാണ്. പിന്നെ ഡാർക്ക് സ്പോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ലൊരു ഗ്ലോവും ബ്രൈറ്റ്നസ് ഒക്കെ തരുന്നതും കൂടെ ഉണ്ട്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ പ്രൈസ് ആണെങ്കിലും അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് കേട്ടോ. നമുക്ക് യൂസ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കറക്ഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. യാതൊരുവിധ വൈറ്റ് കാസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ സ്കിന്നിൽ റിസൾട്ട് ചെയ്യുന്നില്ല. ഇറിറ്റേഷൻസ് ഇല്ല. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് ഓവറോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം. പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു, നമ്മുടെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ സ്പ്രേ ഔട്ട് ചെയ്ത് കൊടുക്കാവുന്നു. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ടുള്ള റിവ്യൂ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ.